എല്ലാവർക്കും നമസ്കാരം. ഋഗ്വേദത്തിലെ 1ാമത് സൂക്തത്തിലെ 8ാമത് മന്ത്രമാണ് നമ്മളിവിടെ അർത്ഥം പറയാൻ ശ്രമിക്കുന്നത്. മന്ത്രം ഇങ്ങനെയാണ്: രാജന്തമധ്വരാണാം ഗോപാമൃതസ്യ ദീദിവിം വർദ്ധമാനം സ്വേദമേ. ഇതാണ് മന്ത്രം. ഇതിന്റെ പദം നമുക്കൊന്ന് നോക്കാം. രാജന്തം അധ്വരാണാം ഗോപാം ഋതസ്യ ദീദിവിം വർദ്ധമാനം സ്വേദമേ. ഇതാണ് ഇതിന്റെ പദം. അന്വയം ഒന്ന് നോക്കാം. അധ്വരാണാം രാജന്തം ഋതസ്യ ഗോപാം സ്വേദമേ വർദ്ധമാനം. ഇത്ര മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർണ്ണാവില്ല. അതിനൊരു സംഗതി കൂടി ചേർക്കാനുണ്ട്. ഏതായാലും ഇതാണ് ഇതിന്റെ അന്വയം. അപ്പോ അധ്വരാണാം രാജന്തം, അധ്വരാണാം, അധ്വരം ഈ വാക്ക് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ധ്വരതി എന്ന് പറഞ്ഞാൽ അത് ഹിംസയാണ്, അധ്വരം എന്ന് പറഞ്ഞ അഹിംസയാണ്. അപ്പൊ അധ്വരാണാം, അധ്വരം എന്ന് പറഞ്ഞാൽ യജ്ഞം, അഹിംസാത്മകമായ കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന വാക്കുകൊണ്ട് തന്നെ പറയുന്നത്. അഹിംസാത്മകമായ കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന വാക്കുകൊണ്ട് തന്നെ പറയുന്നത്. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അധ്വരാണാം, യജ്ഞങ്ങളുടെ, യജ്ഞീയ കർമ്മങ്ങളുടെ, അഹിംസാത്മകമായ കർമ്മങ്ങളുടെ, രാജന്തം, രാജന്തം അഥവാ യജ്ഞങ്ങളെ, അഹിംസാത്മകമായ കർമ്മങ്ങളെ നല്ലതുപോലെ പ്രകാശിപ്പിക്കുന്നവനും അഹിംസാത്മകമായ കർമ്മങ്ങളുടെ അധിപതിയുമായ അധ്വരാണാം രാജന്തം. ഋതസ്യ ഗോപാം, കഴിഞ്ഞില്ല, വിശേഷണങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഋതസ്യ ഗോപാം, ഋതസ്യ ഗോപാം, ഋതത്തെ നല്ലതുപോലെ പാലിക്കുന്നവനും, ഋതത്തെ നല്ലതുപോലെ പാലിക്കുന്നവൻ, കൊണ്ടു നടക്കുന്നവൻ, പാലനം ചെയ്യുന്നവൻ. ഋതം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ മറ്റൊരു അർത്ഥമാണ്. സത്യവും ഋതവുമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. എന്നാൽ പ്രകൃതത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഋതം എന്നുള്ളതിന് ആചാര്യന്മാര് പ്രകൃതി നിയമം ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകൃതിയുടെ നിയമത്തെ ഋതം എന്ന് പറയാറുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ആ മാറ്റമില്ലാത്ത നിയമങ്ങളെ അതിന്റെ പാലകൻ ആരാണ് എന്നാ പറഞ്ഞത്? അഗ്നി എന്നാ പറഞ്ഞത്. ശരി, അപ്പോ അഗ്നി ഋതത്തെ പാലിക്കുന്നവനാണ്, പ്രകൃതിയുടെ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്നവനാണ്. ശരി, അപ്പോ മാത്രമല്ല, ഋതത്തെ പാലിക്കുന്ന അഗ്നി എങ്ങനെയുള്ള അഗ്നി എന്നാ പറഞ്ഞത്? ആരാന്നാ പറഞ്ഞത്? അധ്വരാണാം രാജന്തം, അഹിംസാത്മകമായ കർമ്മങ്ങളുടെ അധിപതിയാണ് അഗ്നി എന്ന് പറഞ്ഞു. അപ്പൊ അധ്വരാണാം രാജന്തം ഋതസ്യ ഗോപാം സ്വേദമേ വർദ്ധമാനം. അപ്പോ വിശ്വമാണ് അഗ്നിയുടെ ഗൃഹം. അങ്ങനെയുള്ള ഗൃഹത്തിൽ നല്ലതുപോലെ വ്യാപനം ചെയ്തിട്ടുള്ള അഗ്നിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഇവിടെ ഈ ഞങ്ങൾ സമീപിക്കുന്നു എന്നുള്ളത് ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ഈ മന്ത്രത്തിന് പ്രത്യേകത ഉണ്ട്. ഈ മന്ത്രത്തിൽ ക്രിയാപദങ്ങളില്ല. അപ്പൊ ക്രിയാപദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തൊട്ട് മുൻപിലുള്ള മന്ത്രത്തിലെ വയം ത്വാ ഉപ ഏമസി, വയം ത്വാ ഉപ ഏമസി എന്ന ഭാഗത്തെ അധ്യാഹരിച്ചുകൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന് വേണം ഈ മന്ത്രത്തിന്റെ ഭാഗം പൂർത്തിയാക്കാൻ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അഹിംസാത്മകമായ കർമ്മങ്ങളുടെ അധിപതിയും അഹിംസാത്മകമായ കർമ്മങ്ങളെ നല്ലതുപോലെ പ്രകാശിപ്പിക്കുന്നവനുമായ, ഋതത്തെ നല്ലതുപോലെ പാലിക്കുന്നവനും, അതായത് പ്രകൃതി നിയമങ്ങളെ നല്ലതുപോലെ സംരക്ഷിച്ചു വരുന്നവനും, സ്വേദമേ, സ്വേദമേ വർദ്ധമാനം, സ്വേദമേ സ്വഗൃഹത്തിൽ നല്ലതുപോലെ വ്യാപിച്ചിട്ടുള്ളവനുമായ ഹേ അഗ്നേ, അല്ലയോ ജ്ഞാനസ്വരൂപ, നിന്നെ ഞങ്ങൾ പ്രാപിക്കുന്നു, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വന്നണയുന്നു. അപ്പൊ ഇവിടെ
ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശേഷമായി ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് അധ്വരം എന്നുള്ള ശബ്ദം തന്നെയാണ്, അധ്വരം. അപ്പോ അഗ്നിയെ അധ്വരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മൾ സമീപിക്കുന്നത് അഗ്നിയെയുമാണ്. അഹിംസാത്മകമായ സ്വഭാവത്തോടു കൂടിയവനാണ് പരമാത്മാവ് എന്ന അർത്ഥത്തിൽ ഭഗവാനെ നമ്മൾ, അഗ്നിയെ നമ്മൾ അധ്വരം അല്ലെങ്കിൽ അഹിംസയിൽ രമിക്കുന്നവൻ, അഹിംസയാകുന്ന സ്വഭാവത്തോടു കൂടിയവൻ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ യോഗവിദ്യയുടെ രഹസ്യങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കൃത്യമായി പതഞ്ജലി യോഗദർശനത്തിൽ യോഗം ഉറയ്ക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ യമനിയമങ്ങളിൽ ആദ്യത്തേത് അഹിംസയാണ്. അപ്പൊ അഹിംസയെ ഉറച്ചാൽ മാത്രമാണ് യോഗം ഉറയ്ക്കുള്ളൂ. അപ്പോ യോഗം ഉറച്ചവന് മാത്രമേ അഗ്നിയെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അഥവാ അഗ്നി യോഗികളിൽ വെച്ച് മഹായോഗിയാണ്, അഥവാ യോഗികളിൽ വെച്ച് ആദിയോഗിയുമാണ്. നോക്കൂ, അഗ്നിയാണ് ആദിയോഗി, ആദിയോഗി അഗ്നിയാണ്. യോഗവിദ്യയുടെ പരമ ദൈവതവും അഗ്നിയാണ്. അപ്പോ ഋഗ്വേദത്തിലെ 1-ാമത്തെ സൂക്തത്തിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ യോഗവിദ്യയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ശരി, രണ്ടാമത് പറയാണ് ഋതത്തെ നല്ലതുപോലെ കാത്തുരക്ഷിക്കുന്നവൻ. ഋതം പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ താളത്തെ സംരക്ഷിക്കുന്നവൻ. ഇത് പ്രകൃതിയുടെ താളത്തെ സംരക്ഷിക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ പലയാവർത്തി ഈശ്വരനെ അവിടെ കുറിച്ച് പറയുന്നുണ്ട്, ഋഗ്വേദം പറയുന്നുണ്ട്, പലതരത്തിൽ പറയുന്നുണ്ട്. വിഷ്ണുവിനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് വിഷ്ണു പ്രകൃതി നിയമങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഋഗ്വേദം തുറന്നു പറയുന്നുണ്ട്. അപ്പോ ഋതത്തെ നല്ലതുപോലെ, പ്രകൃതി നിയമങ്ങളെ നല്ലതുപോലെ പാലിക്കുന്നവൻ. അങ്ങനെയുള്ള ആ അഗ്നി എന്താണ് പറഞ്ഞത്? സ്വേദമേ വർദ്ധമാനം, സ്വഗൃഹത്തിൽ നല്ലതുപോലെ വ്യാപനം ചെയ്തിരിക്കുന്നു. സ്വഗൃഹത്തിൽ നല്ലതുപോലെ, വെറുതെ വ്യാപിക്കുകയല്ല, നല്ലതുപോലെ വ്യാപനം ചെയ്ത്. ഇത് ഓരോന്നും നമുക്കുള്ള പാഠങ്ങളാണ്. അപ്പോ യോഗം ഉറയ്ക്കണമെങ്കിൽ അഹിംസാത്മകമായ സ്വഭാവത്തോടു കൂടിയവനായിരിക്കണം, പ്രകൃതി നിയമങ്ങളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നവനായിരിക്കണം, യജ്ഞം എന്ന് പറയുന്ന സ്വഭാവത്തോടു കൂടിയവനായിരിക്കണം, അതുപോലെ സ്വഗൃഹത്തിൽ നല്ലതുപോലെ വ്യാപനം ചെയ്യുന്നവനായിരിക്കണം. ഇവിടെ നമ്മൾ ജീവൻ എന്ന അർത്ഥത്തിൽ, ആത്മാവ്, ജീവാത്മാവ് എന്ന അർത്ഥത്തിൽ ഈ മന്ത്രത്തെ സമീപിക്കുകയാണ് എങ്കിൽ സ്വഗൃഹത്തിൽ നല്ലതുപോലെ വ്യാപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ സ്വഗൃഹം എന്താണ് എന്നുള്ളതാണ്. ഒരു ആത്മാവിന്റെ സ്വഗൃഹം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെയാണ്, മുക്തി തന്നെയാണ്, അഥവാ ആത്മചൈതന്യത്തെ തിരിച്ചറിയുന്ന കൈവല്യാവസ്ഥയാണ്. അപ്പൊ കൈവല്യാവസ്ഥയെ നല്ലതുപോലെ പ്രാപിക്കുവാനുള്ള ബോധനമാണ് ഈ മന്ത്രത്തിലൂടെ, ഈ മന്ത്രത്തിന്റെ ആധ്യാത്മികമായ ഒരു വ്യാഖ്യാനത്തിലൂടെ ആചാര്യന്മാർ നമുക്ക് തരുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണില്ല, പക്ഷേ മന്ത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും അതിൽ നിന്ന് അതിസൂക്ഷ്മത്തിലേക്കും പോവുക എന്ന് പറയുന്ന ഒരു തരത്തിലാണ് ഗുരുക്കന്മാർ നമ്മളെ മന്ത്രത്തെ മനനം ചെയ്യാൻ വേണ്ടി പറയാറുള്ളത്. അപ്പൊ സാമാന്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഋതസ്യ ഗോപാം, അധ്വരം രാജന്തം, അങ്ങനെയുള്ള അഗ്നിയുടെ സമക്ഷത്തിലേക്ക് വന്ന് ഞങ്ങൾ അഗ്നിയുടെ അടുത്ത് വന്ന് അഗ്നിയെ നമസ്കരിക്കുന്നു, അഥവാ അഗ്നിയുടെ സവിധത്തിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് കാണുമ്പോൾ അർത്ഥം. എന്നാൽ അതല്ലാണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ അനവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുക. എല്ലാവർക്കും നമസ്കാരം.